ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ CUET എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാം ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം: ദ സ്പോറോസോവൈറ്റ് ദാറ്റ് കോസ് ഇൻഫെക്ഷൻ വെൻ എ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ബൈറ്റ്സ് എ പേഴ്സൺ ആർ ഫോംഡ് ഇൻ liver of the person, RBC in mosquito, salivary gland of mosquito, intestine of mosquito. വളരെ സിമ്പിളായ ഒരു സംഭവമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ മൊസ്കിറ്റോ കടിക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക്, ഇത് ഹ്യൂമനാണ്, ഇറങ്ങി വരുന്ന സ്റ്റേജ് സ്പോറോസോവൈറ്റ് ആണ്. ഈ സ്പോറോസോവൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വന്നു, നേരെ ലിവറിലെത്തും. ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ RBCയിലെത്തും. RBCയിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഹീമോസോയിൻ പുറത്തു വരികയും ചില്ലിങ് ഉണ്ടാവുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് ഗമീറ്റ്സ് ആവും, ഗമിറ്റോസൈറ്റ് എന്ന് പറയും. എന്നിട്ട് അതിനെ മൊസ്കിറ്റോ പിക്ക് ചെയ്യും. കടിക്കുമ്പോൾ മൊസ്കിറ്റോയുടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. അവിടെ വെച്ചിട്ട് അത് സ്പോറോസോവൈറ്റ് ആകും. മൊസ്കിറ്റോയുടെ ഇൻഡസ്റ്റൈനിൽ സ്പോറോസോവൈറ്റ് ആകും. അവിടുന്ന് അത് മൊസ്കിറ്റോയുടെ സാലിവറി ഗ്ലാൻഡിലേക്ക് എത്തും. സാലിവറി ഗ്ലാൻഡിൽ നിന്ന് അടുത്ത ആളെ കടിക്കുമ്പോൾ അയാളുടെ ബോഡിയിലേക്ക് എത്തും. അപ്പോൾ ആലോചിച്ചാൽ മതി, റൈറ്റ് സൈഡ് ഹ്യൂമൻ, ഇവിടെ മൊസ്കിറ്റോ. ഹ്യൂമൻ ബോഡിയിൽ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്? സ്പോറോസൈറ്റ് ലിവറിൽ വന്ന് മൾട്ടിപ്ലൈ ചെയ്തു, RBCയിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഗമീറ്റായി, എന്നിട്ട് മൊസ്കിറ്റോയുടെ ഇൻഡസ്ട്രിയിൽ പോയി ഫെർട്ടിലൈസ് ചെയ്തു, സാലിവറി ഗ്ലാൻഡിലെത്തി. അപ്പോൾ എവിടെ വെച്ച് സ്പോറോസൈറ്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിൻ ഓഫ് മൊസ്കിറ്റോ ആണ്. ആൻസർ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെയിൽ ആക്സസറി ഗ്ലാൻഡ്? സെമിനൽ വെസിക്കിൾ, ആംപുല, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇവിടെ 4 ഓപ്ഷനുണ്ട്. ഇതിലൊരു മെയിൽ ആക്സസറി ഗ്ലാൻഡ് അല്ലാത്തത് ഏതാണെന്നാണ്. സെമിനൽ വെസിക്കിൾ ഒരു ഗ്ലാൻഡാണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡാണ്. ഇവന്മാരെല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന ഫ്ലൂയിഡിൻ്റെ പേരാണ് സെമിനൈൽ പ്ലാസ്മ. ഈ ആംപുല എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫലോപ്പിയൻ ട്യൂബിലുള്ള പാർട്ടാണ്. സോ ഹിയർ ദ ആൻസർ ഷുഡ് ബി 2, ആംപുല. അപ്പോൾ വായിച്ചു നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് വുഡ് എ ഷുഗർ കെയിൻ ഫാമർ ലുക്ക് ഫോർ ഇൻ ദ ഷുഗർ കെയിൻ ക്രോപ്പ്? അപ്പോൾ ഷുഗർ കെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് സൂക്രോസ് സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഷുഗർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. മീൻസ് സൂക്രോസ്, ഷുഗർ, ടേബിൾ ഷുഗർ, അതുപോലെ തന്നെ ജാഗരി എല്ലാം നമ്മൾ ഷുഗർ കെയിനിലെ സൂക്രോസ് സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മിലാണ് സൂക്രോസ് സൊല്യൂഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്റ്റെമ്മ് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അരച്ച് പിഴിഞ്ഞെടുത്താണ് നമ്മൾ സൂക്രോസ് സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഷുഗർ കെയിൻ ഫാമറിന് ഷുഗർ കെയിൻ ക്രോപ്പിൽ നിന്ന് അദ്ദേഹം എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? തിക്ക് സ്റ്റെം, ലോങ് ഇൻ്റർനോഡ്സ്, ഹൈ ഷുഗർ കണ്ടൻറ്റ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ അതാണ് ശരിക്കും വേണ്ടത്, അല്ലേ? നല്ല തിക്കായിട്ടുള്ള സ്റ്റെമ്മായിരിക്കണം, നീണ്ട സ്റ്റെമ്മായിരിക്കണം, ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം, അതുപോലെ ഡിസീസ് റെസിസ്റ്റൻറ്റും ആയിരിക്കണം. തിക്ക് സ്റ്റെം, ഹൈ ഷുഗർ കണ്ടൻറ്റ് ആൻഡ് പ്രൊഫ്യൂസ് ഫ്ലവറിങ്. ഫ്ലവറിങ് ഇങ്ങനെ എപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ സ്റ്റെമ്മിലുള്ള ഫുഡ് വലിച്ചെടുത്തായിരിക്കും ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈൽഡ് കുറയും. തിക്ക് സ്റ്റെം, ഷോർട്ട് ഇൻ്റർനോട്ട്സ് ഒരിക്കലും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. ദെൻ ലോ ഷുഗർ കണ്ടൻറ്റും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, റൈറ്റ്. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. Formation of tropical forest needs mean annual temperature and mean annual precipitation as. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ഡയഗ്രം ഉണ്ട്, അല്ലേ? അപ്പോൾ പല ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് ബയോംസ് ഒക്കെ ഉണ്ടായി, അങ്ങനെയുള്ള പല റീജിയൻസ് ഒക്കെ ആ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. തിയറി പോർഷനിൽ
അതിനെപ്പറ്റി അങ്ങനെ സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടില്ല. ആ ഗ്രാഫ് നോക്കി വേണം നമ്മളത് പഠിച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒത്തിരി കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ 18 to 25 degrees സെൽഷ്യസും, അതുപോലെ മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേറ്റ് റീജിയൻ ആകുമ്പോഴത്തേക്കും മഴയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമായിരിക്കണം. സോ 150 to 400 centimeter പ്രസിപ്പിറ്റേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. അപ്പോൾ നമുക്ക് ബാക്കി 5 to 15 degree അതെല്ലാം ലോ ടെമ്പറേച്ചർ, കൂടുതൽ ടെമ്പറേറ്റ് റീജിയൻസിലേക്ക് വരുന്നതായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെസേർട്ട് റീജിയൻസിലോട്ടൊക്കെ ഉള്ളതാണ്. മഴയും കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ആൻസർ. അടുത്തത് മാച്ച് ദ സയൻറ്റിസ്റ്റ് ലിസ്റ്റഡ് അണ്ടർ കോളം എ വിത്ത് ഐഡിയാസ് ലിസ്റ്റഡ് അണ്ടർ കോളം ബി. ഇടത്തെ സൈഡിൽ കുറച്ച് സയൻറ്റിസ്റ്റുകളും വലത്തെ സൈഡിൽ അവരുടെ ഐഡിയാസും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞ ആളാണ്. അപ്പോൾ A4 ആണ്. A4 ഓപ്ഷൻ നോക്കിയോ, ഇതാണ് 2 ഒപ്പാരൻ ഹാൾഡൈൻ ചേർന്നിട്ടാണ് അബയോജെനസിസ് ഓർഗാനിക് എവല്യൂഷൻ തിയറി കൊണ്ടുവന്നത്. അപ്പോൾ B1 A4 B1 ഉത്തരം കിട്ടി. എന്നാലും നോക്കിയോ, ലമാർക്ക് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി, ലമാർക്ക് പ്രപ്പോസൽ തിയറിയാണ്. അക്വേഡിക് ആർട്ടിസ് വാഗ്നർ, അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. സോ ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് എ റൈറ്റ് ആൻസർ. നോക്കുക, person having genotype IAIB would show the blood group as AB. This is because of, അപ്പോൾ നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ 2 പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നുണ്ട്. 2 അല്ല 3 പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം ആൻഡ് കോ ഡോമിനൻസ്. കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പുകളാണ് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും. അങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത് എ ഗ്രൂപ്പും ഇത് ബി ഗ്രൂപ്പുമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ABO ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഐ ജീനിന് 3 അലീൽസാണ് ഉള്ളത്. IAIB എന്ന് പറയുന്ന 2 ഡോമിനൻ്റ് അലീൽസും സ്മോൾ ഐ എന്ന് പറയുന്ന ഒരു റിസസീവ് അലീലും. അപ്പോൾ അങ്ങനെയാണ് അത് മൾട്ടിപ്പിൾ അലീലിസം കൺട്രോൾ ചെയ്യണു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അലീൽസം കാണിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ IAIB ഹെട്രോസൈഗസ് കണ്ടീഷനാണ്, പക്ഷെ ഒരു ജീനിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് ഡോമിനൻ്റ് അലീലുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ RBCയുടെ സർഫസിൽ A ഷുഗറും B ഷുഗറും ഒരുമിച്ച് കാണും. അപ്പോൾ ഒരു ജീനിൻ്റെ 2 ഡിഫറെൻറ്റ് ഡോമിനൻ്റ് അലീൽസ് ഒരുമിച്ച് ഒരു ഇൻഡിവിജ്വലിൽ വന്നാൽ 2 ജീനും സൈമിൾട്ടേനിയസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ് എങ്കിൽ that phenomenon is called codominance. So ABO blood group is a typical example for codominance. Okay, അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താൽ വരുന്ന codominance. Okay, right. Then question number 7 ആണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. Okay, starting from the innermost part, the correct sequence of parts in an ovule are. അപ്പോൾ ഓവ്യൂളിൻ്റെ ഇന്നർ റീജിയൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം the correct sequence of parts in an ovule are എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എഗ്, ന്യൂസലസ്, എംബ്രിയോ സാക്ക്, ഇൻറ്റഗുമെൻറ്റ്. അപ്പം അതിനൊരു ഓർഡർ ഇല്ല. കാര്യം നമ്മൾ ഓവ്യൂള് നോക്കുമ്പോഴത്തേക്കും പ്ലാസൻ്റയിൽ, ഓവറിയുടെ അകത്ത് പ്ലാസൻ്റയിൽ ഓവ്യൂള് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അറ്റാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ സ്റ്റോക്കാണ് ഫ്യൂണിക്കിള്. പിന്നെ ഓവ്യൂളിൻ്റെ പ്രോപ്പർ ബോഡിയാണ് ന്യൂസലസ് അല്ലേ, ന്യൂസലസ്. അപ്പം ന്യൂസലസിലെ ഒരു ഡിപ്ലോയിഡ് സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്ത് മിയോസിസ് നടന്ന് 4 സെല്ലുകളൊക്കെ ഉണ്ടായി. അതിൽ 3 ഡീജനറേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഫങ്ഷണൽ മെഗാസ്പോർ മൈക്രോപൈലാർ എൻഡിലുള്ള 3 ഡീജനറേറ്റ് ചെയ്തിട്ട് ചെലസൽ എൻഡിൽ വരുന്ന ഒരു ഹാപ്ലോയിഡ് സെല്ലാണ് ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വലുതായി ആണ് എംബ്രിയോസാക്ക് എന്ന് പറയുന്ന ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് ദ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അല്ലേ. അപ്പം മെഗാസ്പോറിൻ്റെ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അണ്ടർഗോസ് 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ. എന്നിട്ട് പിന്നെ സെൽ വോളൊക്കെ ഫോം ചെയ്തിട്ട് മൈക്രോപൈലാർ എൻഡിൽ എഗപ്പാരറ്റസ് ആണ്. എഗപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ 2 സൈനോജിഡുകളും ഒരു എഗ് സെല്ലും പിന്നെ 3 ആൻറ്റിപോഡൽസ്, പിന്നെ മൊത്തം വലിയ സെൻട്രൽ സെല്ലിനകത്ത്
2 പോളാർ ന്യൂക്ലിയായി. അപ്പോൾ ഇതാണിപ്പോൾ മെച്ചർ എംബ്രിയോസാക്, മെച്ചർ ഓവ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓവ്യൂളിനകത്ത് ന്യൂസിലസിനകത്താണ് എംബ്രിയോസാക്ക്, എംബ്രിയോസാക്കിനകത്താണ് ഈ സെല്ലുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ എഗ്ഗ് എംബ്രിയോസാക്കിനകത്താണ്, എംബ്രിയോസാക്ക് ന്യൂസിലസിനകത്താണ്, ന്യൂസിലസിനെ കവർ ചെയ്ത ഇൻഡഗുമൻ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് പോവുകയാണെങ്കിൽ ഇൻഡഗുമൻസിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ഇൻഡഗുമൻസ്. അപ്പോൾ ഇൻഡഗുമൻസ്, ന്യൂസിലസ്, എംബ്രിയോസാക്ക്, എഗ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനേ ഒരു ഓർഡറിൽ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഷഫിൾ ചെയ്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം മനസ്സിലേക്ക് ആ ഒരു സ്ട്രക്ചർ, ഏത് സ്ട്രക്ചറിനെ പറ്റിയാണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പിക്ചർ, അതിൻ്റെ ഡയഗ്രാം കൊണ്ടുവരിക. അപ്പം മനസ്സിലായി ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ അത് വരച്ച് നോക്കുക, എന്നിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് വരാൻ. കാരണം ഒരു പാർട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ തെറ്റിപ്പോവും അല്ലേ. സോ ഹിയർ ദ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ട്രിഗർ ഫോർ ആക്ടിവേഷൻ ഓഫ് ടോക്സിൻ ഓഫ് ബാസിലസ് തുരിഞ്ചിയൻസിസ് ഈസ് acidic pH of stomach, high temperature, alkaline pH of gut, mechanical action in the insect gut. ഓക്കെ, ബാസിലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന സോയിൽ ബാക്ടീരിയത്തിൽ ഒരു ക്രിസ്റ്റൽ പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ. കാര്യം എന്താ വെച്ചാൽ ബാസിലസ് തുരിഞ്ചിയൻസിന് ക്രൈജീൻ എന്ന് പറഞ്ഞൊരു ജീനുണ്ട്, അതാണ് ക്രിസ്റ്റൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റൽ പ്രോട്ടീൻ ബാക്ടീരിയത്തിന് കുഴപ്പമില്ല, ബിക്കോസ് ബാക്ടീരിയത്തിൻ്റെ ഉള്ളിൽ അത് ക്രിസ്റ്റലൈൻ ഫോമിൽ അത് പ്രോട്ടോക്സിനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുന്ന ഇൻസെക്റ്റുകൾ, പ്രത്യേക ക്ലാസ്സുകളിലുള്ള ഇൻസെക്റ്റുകൾ നിങ്ങൾക്കറിയാമല്ലോ, ലെപ്പിഡോപ്റ്റീറൻ, ഡിപ്റ്റീറൻസ്, കൊളിയോപ്റ്റീറൻസ് ഒക്കെ എന്ന് പറയുന്ന ക്ലാസ്സുകളിലുള്ള ഇൻസെക്റ്റുകളുടെ ബോഡിയിലേക്ക് അത് കടന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗട്ടിൽ വെച്ച്, ഇൻസെക്ട് ഗട്ടിൽ വെച്ച് അവിടുത്തെ ആൽക്കലൈൻ pH അത് സോലബിലൈസ് ചെയ്ത് ടോക്സിനാവും. എന്നിട്ട് ഗട്ട് സെല്ലുകളെ അത് പ്രശ്നം ഉണ്ടാക്കുക, പോൾസൊക്കെ ഉണ്ടാക്കി, വാട്ടറൊക്കെ അതിനകത്ത് കയറി അത് റപ്ചർ ചെയ്ത് അങ്ങനെ അൾസേഴ്സ് ഉണ്ടായി, അങ്ങനെയാണ് ഇൻസെക്റ്റ് ചത്തു പോകുന്നത്. അപ്പോൾ അത് സോലബിലൈസ് ചെയ്യുന്നത് ആൽക്കലൈൻ pH ഓഫ് ഗട്ട് ഓഫ് ഇൻസെക്ട്സ് ആണ്. സോ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇക്കോസിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, ഡീകമ്പോസിഷനെ പറ്റിയുള്ളതാണ്. Among the following, where do you think the process of decomposition would be the fastest? Decomposition എന്ന് പറയുന്ന എയറോബിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഓക്സിഡേഷൻ പ്രോസസ്സാണ്, ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ്. അപ്പോൾ അതിനെല്ലാം ഒപ്റ്റിമം ആയിട്ട് വേണം, മോയ്സ്ചർ, ടെമ്പറേച്ചർ എല്ലാം ഒപ്റ്റിമം ആയിരിക്കണം, ഇത്തിരി കൂടാനും കുറയാനും പാടില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ഒപ്റ്റിമം കണ്ടീഷനിൽ ആവശ്യത്തിന് വാട്ടർ കണ്ടൻറ്റ്, ആവശ്യത്തിന് ചൂട് എല്ലാം ഉള്ളത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. അന്റാർട്ടിക് റീജിയൻസിലൊക്കെ മോയ്സ്ചർ കണ്ടൻറ്റ് മീൻസ് ഐസായിട്ടല്ലേ കിടക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഡ്രൈ എറിഡ് റീജിയനിലും മോയ്സ്ചർ കുറവാണ്, ആൽപൈൻ റീജിയനിലും അതുപോലെ തണുപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ ആൻസർ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇതൊക്കെ നമുക്ക് ഒത്തിരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് തെറ്റിക്കാതെ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 വായിച്ചു നോക്കിയേ. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. The Montreal Protocol is associated with the control of emission of ozone depleting substances. ശരിയാണ് അല്ലേ. ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയ CFC അങ്ങനെയുള്ള ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളുടെ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ ഉദ്ദേശം. മീഥെയ്ൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ശരിയാണ്. ഡോപ്സൺ യൂണിറ്റ്സ് ആർ യൂസ് ടു മെഷർ ഓക്സിജൻ കണ്ടന്റ് അല്ലല്ലോ. ഡോപ്സൺ യൂണിറ്റ് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയറിൻ്റെ തിക്നെസ് നമ്മൾ അളക്കുന്നത് ഡോപ്സൺ യൂണിറ്റിലാണ്. അപ്പം അത് തെറ്റ്. യൂസ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് ഇസ് ക്രൂഷ്യൽ ടു ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ്. അതെ, കത്തിച്ച് കളയുന്ന ഇൻസിനറേറ്റേഴ്സ്. ശരിയാണ്. സോ തേർഡ് ഓപ്ഷനാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. Offspring formed by sexual reproduction exhibit more variation than those formed by asexual reproduction because. എന്തായിരിക്കും? മിയോസിസ് ഒക്കെ നടക്കുന്നതാണ്, ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം റീകോമ്പിനേഷൻ പോലുള്ള, ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ പോലെയൊക്കെയുള്ള ഒരുപാട് ഇവൻറ്റുകളിലൂടെ കടന്നാണ് ഗമീറ്റ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് ഗമീറ്റുകൾ ഡിഫറെൻറ്റ് വ്യക്തികളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്താണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് എ റീസൺ ഫോർ വേരിയേഷൻസ്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് എ ലെങ്തി പ്രോസസ്. അതുകൊണ്ടല്ല വേരിയേഷൻ വരുന്നത്. ഗമീറ്റ്സ് ഓഫ് പാരൻസ് ഹാവ് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെൻറ്റ് ജെനറ്റിക് കോമ്പോസിഷൻ. അതായത് ആരുടെ ബോഡിയിലാണോ ഗമീറ്റ് ഉണ്ടാകുന്നത് അയാളുടെ ബേസിക് ജീനോടൈപ്പിൽ നിന്നും വ്യത്യാസമാണ് ഗമീറ്റ്സിൻ്റെ
ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ റീസൺ. ജനറ്റിക് മെറ്റീരിയൽ കംസ് ഫ്രം പാരൻസ് ഓഫ് 2 ഡിഫറെൻറ്റ് സ്പീഷീസ്. 2 ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിരിക്കില്ലല്ലോ എപ്പോഴും. ഒരു സ്പീഷീസിനകത്തുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലല്ലേ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മെജോറിറ്റി കേസിലും. ഗ്രേറ്റർ എമൗണ്ട് ഓഫ് DNA is involved in sexual reproduction. അങ്ങനെയൊന്നുമില്ലല്ലോ. DNA ഗമീറ്റ്സിൽ പകുതി DNA അല്ലേ ഉള്ളൂ. പാരന്റ് ബോഡിയിൽ DNA കണ്ടന്റിനേക്കാളും പകുതി ക്രോമോസോംസ് എന്ന് പറയുമ്പോൾ പകുതി DNA കണ്ടന്റേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ, റൈറ്റ്. Then question number 12. Okay, what is common to Lantana, Eichhornia and African catfish? അപ്പോൾ ഇതും ഓർഗാൻസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. ലൻഡാന, ഐക്കോർണിയ, ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഒന്നും തന്നെ ഇന്ത്യയിലുള്ള ആൾക്കാരല്ല. പക്ഷെ ഇന്ത്യയിലേക്ക് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ആളാണ് ഐക്കോർണിയ. ലൻഡാന ഒക്കെ അറിയാതെ അർജിമോൺ, ലൻഡാന ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മറ്റ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടെ വന്നതാണ് ഇതിൻ്റെയൊക്കെ സീഡൊക്കെ. പിന്നെ ആഫ്രിക്കൻ കാറ്റ്ഫിഷും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സോട്ടിക് സ്പീഷീസുകളാണ് ഇവർ. അപ്പോൾ അവർ ഇന്ത്യയിലോട്ട് വന്നിട്ട് നമ്മുടെ ഇൻഡിജീനസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സിനെയും അതുപോലെ കാറ്റ്ഫിഷിനെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു തരത്തിലൊക്കെ വരുന്ന എക്സോട്ടിക് സ്പീഷീസുകളാണ്, ഏലിയൻ സ്പീഷീസുകളാണ് ഇവരൊക്കെ. നോക്കാം. ഓൾ ആർ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഇന്ത്യ അല്ല. ഓൾ ആർ കീസ്റ്റോൺ സ്പീഷീസ് അല്ല കേട്ടോ. ഓൾ ആർ മാമൽസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. അതെങ്ങനെ പ്ലാന്റ്സ് അല്ലേ. ഓൾ ദ സ്പീഷീസ് ആർ നൈദർ ത്രട്ടൺ നോർ ഇൻഡിജീനസ് സ്പീഷീസ് ഓഫ് ഇന്ത്യ. ഇവരാരും ത്രട്ടൻഡ് അല്ല, ഇവർക്ക് എന്തെങ്കിലും വംശനാശ ഭീഷണിയോ അനുഭവപ്പെടുന്നവരോ ഒന്നും അല്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള ഇൻഡിജീനസ് സ്പീഷീസുകളല്ല. ഞാൻ പറഞ്ഞു എക്സോട്ടിക് സ്പീഷീസുകളാണ്. സോ ഓപ്ഷൻ 4. Then question number 13. Which of the following statements does not hold true for restriction enzyme? ബയോടെക്നോളജി എന്നാണ് ക്വസ്റ്റ്യൻ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പറ്റിയാണ്. ഇറ്റ് റെക്കഗ്നൈസസ് എ പാലൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ശരിയല്ലേ? ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനും DNA-യിൽ ഒരു പെർട്ടിക്കുലർ റെക്കഗ്നേഷൻ സീക്വൻസ് ഉണ്ട്. അതിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു പാലൻഡ്രോമിക് സീക്വൻസ് ആയിരിക്കും. ശരിയാണ്. ഇറ്റ് ഈസ് എൻ എൻഡോന്യൂക്ലിയേസ്. നമ്മൾ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം വൈറസസ് അല്ലല്ലോ, പ്രൊക്കാരിയോട്സിൽ നിന്നാണ്, ബാക്ടീരിയകളിൽ നിന്നാണ് നമ്മളത് ഐസൊലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആൻസർ. ഇറ്റ് പ്രൊഡ്യൂസസ് എ സെയിം കൈൻഡ് ഓഫ് സ്റ്റിക്കി എൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് DNA മോളിക്യൂൾസ്. പല DNA മോളിക്യൂളുകളിൽ സെയിം സ്റ്റിക്കി എൻഡാണ് ഉണ്ടാക്കുന്നത്. ശരിയാണ്. അത് ഏത് DNA മോളിക്യൂളിൽ ഇത് കട്ട് ചെയ്താലും ഒരേ തരത്തിലുള്ള സ്റ്റിക്കി എൻഡ്. കാര്യം ഏത് DNA മോളിക്യൂളായാലും അത് അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിലേ കട്ട് ചെയ്യത്തുള്ളൂ, ഒരു സ്പെസിഫിക് പാലൻഡ്രോമിക് സീക്വൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ. The promoter site and the terminator site for transcription are located at. ഇതാണ് ചോദ്യം. പ്രൊമോട്ടർ സൈറ്റും അതേപോലെ ടെർമിനേറ്റർ സൈറ്റും കാണുന്നത് എവിടെയാണ്? 3' upstream, downstream and 5' upstream and respectively of the transcription unit. 5' upstream and 3' downstream and respectively of the transcription unit. The 5' upstream and the 3' downstream end. നമ്മളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ DNA 3', 5', 5', 3', 3' ഡൗൺസ്ട്രീം. ഓക്കെ, ഇത് ടെംപ്ലേറ്റ് ആണ്, ഇത് കോഡിംഗ് ആണ്. നമ്മളെപ്പോഴും ഈ പ്രൊമോട്ടറും ടെർമിനേറ്ററും പറഞ്ഞ കോഡിങ്ങിനെ വെച്ചിട്ടാണ്. നോക്കിക്കോ, ഇവിടെയാണ് പ്രൊമോട്ടർ ഇരിക്കുക, ഇവിടെയാണ് ടെർമിനേറ്റർ ഇരിക്കുക. കോഡിങ്ങിൻ്റെ 5' എൻഡിലാണ് പ്രൊമോട്ടർ, കോഡിങ്ങിൻ്റെ 3' എൻഡിലാണ് ടെർമിനേറ്റർ. ഇത് P, ഇത് T. സോ ദ ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ, 5' അപ്സ്ട്രീം എൻഡ് ആൻഡ് 3' ഡൗൺസ്ട്രീം എൻഡ് റെസ്പെക്റ്റീവ്ലി ഓഫ് ദി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഇയാളെ വെച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, നോക്കോളൂ. നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആർ ക്രിയേറ്റഡ് ബൈ. നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് നേച്ചർ ആയിട്ട് ഉണ്ടാക്കുന്നില്ല. നേച്ചർ ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ് ഒക്കെ ബയോഡിഗ്രേഡബിൾ ആണ്. എക്സസീവ് യൂസ് ഓഫ് റിസോഴ്സസ് കാരണം നോൺ ബയോഡിഗ്രേഡബിൾ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ബയോഡിഗ്രേഡബിളും ഉണ്ടാവും. അപ്പോൾ ഹ്യൂമൻസ് ആണ് ശരിക്കും ഉണ്ടാക്കുന്നത്. ഹ്യൂമൻസ് കൂടുതലായിട്ടും ഇപ്പോൾ അടുത്തൊക്കെ ഒരു കണ്ടീഷനിൽ നമ്മൾ കൂടുതലായിട്ടും നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള
പൊല്യൂട്ടൻസ് നമ്മൾ ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡുകളായിട്ടും ഫാക്ടറിയിൽ നിന്നൊക്കെ പുറത്ത് വരുന്ന വേസ്റ്റായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. A group of animals which are related by descent and share many similarities are referred to as. അതായത് ഒരു കൂട്ടം അനിമൽസ് ഒരേ ആൻസസ്ട്രി ആയിരിക്കണം, കണ്ടാൽ ഒരുപോലെ ഇരിക്കണം, അവരെ വിളിക്കുന്ന പേരാണ് ബ്രീഡ്. ഇത് കാണുന്ന ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ ഡോബർമാൻ എന്ന് പറഞ്ഞ പട്ടി എടുക്കുക, അതെല്ലാം ഒരു ബ്രീഡാണ്, കണ്ടാലാണ്ട് ഒരുപോലെ ഇരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ എടുക്കുക, അതെല്ലാം ഒരുപോലെ ഇരിക്കും, അതൊരു ബ്രീഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഫോർ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്, ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്, കീപ്പിംഗ് അനിമൽസ് ഇൻ സുവോളജിക്കൽ പാർക്ക്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ബയോഡൈവേഴ്സിറ്റി ലോസിനൊരു കാരണം ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനാണ്, ഹാബിറ്റാറ്റ് ലോസ്. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ഓക്കെയാണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓക്കെയാണ്. കീപ്പിംഗ് അനിമൽസ് ഇൻ സൂ എന്ന് പറയുന്നത് അതല്ല. സോ ആൻസർ ഈസ് 3. 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 17ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 3 ആണ്. An inverted pyramid of biomass can be found in which ecosystem? Forest, marine, grassland, tundra. എവിടെയാണ് ഇൻവെർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് കാണുന്നത്? മറൈൻ എക്കോസിസ്റ്റം ആയിരിക്കും. അവിടെ നമ്മളിങ്ങനെ വരച്ചിട്ട് പറയും സ്മോൾ സൈസ്ഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് are eaten by large sized zooplanktons. ഓർമ്മിക്കുക, ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് ബയോമാസ് കുറവും സൂ പ്ലാങ്ക്ടന് ബയോമാസ് കൂടുതലുമാണ്. അപ്പോൾ പിരമിഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ ആൻസർ ഷുഡ് ബി 2. 2 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 19. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ജനറേറ്റ്സ് a large quantity of sludge which can be treated by anaerobic digestase, floc, chemicals, oxidation, pond. ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ലാർജ് ക്വാണ്ടിറ്റി സ്ലഡ്ജ് ഉണ്ടാകും. അപ്പോൾ നമ്മളവിടെ NCERT ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. ദേ ആർ ഡൈജസ്റ്റഡ് ബൈ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ ഈസ് 1 ഈസ് ആൻസർ. ഇതെവിടെയാണ് വരുന്നത്? സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ്. ആ പാർട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ബയോസ്ഫിയർ ഈസ് എ കമ്പോണൻറ്റ് ഇൻ ദ എക്കോസിസ്റ്റം composed of the plants present in the soil, life in the outer space, composed of all living organisms present on earth which interact with the physical environment. അതായത് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയാണ്. ബയോസ്ഫിയർ, ആ ഭൂമി എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത് വിച്ച് ഇൻറ്ററാക്ട് വിത്ത് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. സോ ആൻസർ ഈസ് 4. 4 ഈസ് ദ റൈറ്റ് ആൻസർ. 21ാമത്തെ ചോദ്യം. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നത് തെറ്റായത് കണ്ടുപിടിക്കണം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ബേർഡ്സ് ആൻഡ് മാമൽസ് internal fertilization takes place. Colostrum contains antibodies and provides immunity to newborns. Polyspermy in mammals is prevented by the chemical changes in the uterine cavity. In the human female, implantation occurs almost 7 days after fertilization. ഇതാണ് 21ാമത്തെ ചോദ്യത്തിൻ്റെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ബേർഡിലും മാമലിലും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. കരയിൽ താമസിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവികൾക്കും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. കറക്റ്റാണ്. കൊളസ്ട്രം, അമ്മ ആദ്യം ഉണ്ടാക്കുന്ന മിൽക്ക്, അത് റിച്ച് ഓഫ് ആൻറ്റിബോഡി ആയിരിക്കും. അതാ കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുക്കും. കറക്റ്റാണ്. പോളിസ്പേമി എന്ന് വെച്ചാൽ ഈ ഓവത്തെ സാധാരണഗതിയിൽ ഒരു സ്പേമേ ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ സ്പേം ഫെർട്ടിലൈസ് ചെയ്യാൻ ഓവം സമ്മതിക്കില്ല. ആദ്യത്തെ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ തന്നെ സോണ പെല്യൂസരെ ചേഞ്ച് വരും. പിന്നെ അടുത്തതിന് കയറാൻ പറ്റില്ല. ഇവിടെ തന്നിരിക്കുന്ന പോളിസ്പേമി ഇൻ മാമൽ പ്രിവെൻറ്റഡ് ബൈ കെമിക്കൽ ചേഞ്ചസ് ഇൻ യൂട്ടറൈൻ ക്യാവിറ്റി എന്നാണ്. തെറ്റ, ഇൻ ഓവമാണ്. അടുത്തത് ഇൻ ദി ഹ്യൂമൻ ഫീമെയിൽ ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ് ഓൾമോസ്റ്റ് 7 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അത് കറക്റ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. അപ്പോൾ അതാണ് ആൻസർ. ഇവിടെ ആൻസർ 3 ആണ്. 22. Alpha-1 antitrypsin is an antacid
an enzyme used to treat arthritis, used to treat emphysema. എവിടെയാണ് പഠിച്ചത്? ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എടുക്കുക. ആ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിനകത്തിൽ നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. അത് ശരിക്കും ഒരു എൻസൈമാണ്, പക്ഷേ മോർ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് എംഫൈസീമ. ഈ ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖമാണ് എംഫൈസീമ. അത് റെസ്പിറേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. അത് ബയോടെക്നോളജിക്കലി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പാലിയന്റോളജിക്കൽ എവിഡൻസസ് ഫോർ എവല്യൂഷൻ റെഫർ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ, ഹോമലോഗസ് ഓർഗൻസ്, ഫോസിൽസ്, അനലോഗസ് ഓർഗൻസ്. നമുക്കറിയാം പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോസിലാണ്. അപ്പോൾ പാലിയന്റോളജിക്കൽ എവിഡൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫോസിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? 3 ആണ്. ഇനി 24ാമത്തെ ചോദ്യം. ഇൻ എ DNA strand, nucleotides are linked together by. നമ്മളൊരു DNA എടുക്കാം, നിവർത്തി വയ്ക്കുന്നു. ഷുഗർ, ഫോസ്ഫേറ്റ്, ഷുഗർ, ഫോസ്ഫേറ്റ്, ഷുഗർ, ഷുഗർ, ഫോസ്ഫേറ്റ്, ഷുഗർ, ഫോസ്ഫേറ്റ്, ഷുഗർ. ഓരോ ഷുഗറിലും ഒരു ബേസ്. ഇവിടെ അഡിൻ ആണെങ്കിൽ അപ്പുറത്തെ ഡബിൾ ബോണ്ട് തൈമിൻ, ഗ്വാൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് സൈറ്റോസിൻ, സൈറ്റോസിനാണ് ട്രിപ്പിൾ ബോണ്ട് ഗ്വാനിൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ട്രാൻഡിൽ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇതാ നോക്ക്, ഇവിടെ 2 ബോണ്ടുണ്ട്. ഇതൊരു ബോണ്ട്, ഇതൊരു ബോണ്ട്. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഒരു ന്യൂക്ലിയോടൈഡും അടുത്ത ന്യൂക്ലിയോടൈഡും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ബോണ്ടിൻ്റെ പേര് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. In a typical complete bisexual and hypogynous flower, the arrangement of floral whorls on the thalamus from the outermost to the innermost is. അപ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? പെഡിസൽ അല്ലേ? പെഡിസലിൻ്റെ ഒരു എൻഡ് സ്വെല്ല് ചെയ്ത തലാമസ്. അപ്പോൾ തലാമസിൻ്റെ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് കാലിക്സ് ആണ്, സെപ്പൽ. പിന്നെ കൊറോളയാണ്, പെറ്റൽ അല്ലേ? പിന്നെ ആൻഡ്രീഷ്യമാണ്, സ്റ്റേമൻ, ദെൻ കാർപ്പൽ അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഈ ഒരു ഓർഡർ വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ആ ഒരു ഓർഡർ നോക്കാം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗനീഷ്യം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ. Then question number 26. Which of the given statements is correct in the context of observing DNA separated by agarose gel electrophoresis? അപ്പോൾ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അഗരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുമ്പോൾ അത് കാണാനായിട്ട് നമുക്ക് എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഫ്ലൂറസൻ ഡൈ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് ഫ്ലൂറസൻ ഡൈ ആയതുകൊണ്ട് തന്നെ UV റേസ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ DNA ക്യാൻ ബി സീൻ ഇൻ വിസിബിൾ ലൈറ്റ്, DNA ക്യാൻ ബി സീൻ വിത്തൗട്ട് സ്റ്റെയിനിങ് ഇൻ വിസിബിൾ ലൈറ്റ്, എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ DNA ക്യാൻ ബി സീൻ ഇൻ വിസിബിൾ ലൈറ്റ്. ഇത് മൂന്നും ശരിയല്ല. എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ DNA ക്യാൻ ബി സീൻ അണ്ടർ എക്സ്പോഷർ ടു UV ലൈറ്റ്. സോ 4th സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? റൈറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27. Okay, the term health is defined in many ways. The most accurate definition of the health would be ഇതും സുവോളജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്നാലും നമുക്ക് സാധാരണ ഒരു ബയോളജി സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് നമുക്ക് സുവോളജി, ബോട്ടണി അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താ? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. എല്ലാ രീതിയിലും നമുക്ക് വെൽബീങ് ആയിരിക്കണം. നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും സൊസൈറ്റിയിൽ നമ്മളൊരു ഇൻട്രാക്ഷൻ ആണെങ്കിലും എല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ആയിരിക്കണം. അപ്പോൾ എനിവേ ആൻസർ 3 ആണ്. ഓക്കെ. If a genetic disease is transferred from a phenotypically normal but carrier female to only some of the male progeny, the disease is autosomal dominant, autosomal recessive, sex-linked dominant, sex-linked recessive. ഇതാണ് ചോദ്യം. ചോദ്യം ഇത്രയേ ഉള്ളൂ. ജനറ്റിക് ഡിസീസ് ട്രാൻസ്ഫേർഡ് ഫീനോടൈപ്പിക്കലി നോർമൽ ബട്ട് ക്യാരിയർ ഫീമെയിൽ. അമ്മ ക്യാരിയറാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തു,
എക്സ് സ്മോൾ എച്ച് എക്സ് അച്ഛൻ നോർമലാണ്. എക്സ് എച്ച് എക്സ് എക്സ് വൈ കമ്പൈൻ ചെയ്യുമ്പോൾ നോക്കിക്കോ, എക്സ് എച്ച് എക്സ് എക്സ് എച്ച് വൈ എക്സ് 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 വൈ. ഇവിടെ അമ്മ ക്യാരിയർ ആണെങ്കിൽ ആൺകുട്ടികളിൽ പകുതി പേർക്ക് അസുഖം വരാം. അത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. ആൻസർ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. 4 ആണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇറ്റ് ഈസ് സെക്സ് ലിങ്ക്ഡ് റെസസീവിന് എക്സാമ്പിൾ ചോദിക്കും. കളർ ബ്ലൈൻഡ്നെസ്, ഒന്നും കൂടിയുണ്ട് ഹീമോഫീലിയ. ഇപ്പം ഞാൻ വരച്ച ഗ്രാഫ് ഹീമോഫീലിയൻ്റെ ആണ്. ഇത് രണ്ടും ഇങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം വരാം. 29ാമത്തെ ചോദ്യമാണ്, 29th ക്വസ്റ്റ്യൻ. എ സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബൈ ബൈനറി ഫിഷൻ ഈസ് കോമൺ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? താഴെ പറയുന്നവർക്ക് ബൈനറി ഫിഷൻ കാണിക്കുന്ന ആരാണ്? സം യൂക്യാരിയോട്സ്, ഓൾ യൂക്യാരിയോട്സ്, സം പ്രോക്യാരിയോട്സ്, ഓൾ പ്രോക്യാരിയോട്സ്. സം യൂക്യാരിയോട്ടാണ് അമീബയൊക്കെ കാണിക്കും, എല്ലാ യൂക്യാരിയോട്ടും കാണിക്കില്ല. സം പ്രോക്യാരിയോട്ട് കാണിക്കും, ബാക്ടീരിയ കാണിക്കും, എല്ലാ പ്രോക്യാരിയോട്ടും കാണിക്കില്ല. സോ ആൻസർ 1ഉം 3ഉം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. യെസ്, 1 and 3. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 29 തേർഡ് ആണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ റൈറ്റ് വൺ എമംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. IUDs ആർ ജനറലി ഇൻസർട്ടഡ് ബൈ യൂസർ ഹെർസെൽഫ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പഠിക്കുന്നുണ്ട്. കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375, അതുപോലെ തന്നെ ലിപ്പസ് ലൂപ്പ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അത് തനിയെ ഇൻസേർട്ട് ചെയ്യണോ? അല്ല, അവിടെ പറയുന്നുണ്ട് ഒരു ഡോക്ടറോ നഴ്സോ ഇൻസേർട്ട് ചെയ്യണം. IUDs ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് റിയാക്ഷൻ ഇൻ യൂട്രസ്. കറക്റ്റാണ്. IUDs സപ്രസ് ഗമിറ്റോജെനിസിസ്. തെറ്റാണ്. IUDs വൺസ് ഇൻസേർട്ടഡ് നീഡ് നോട്ട് ടു ബി റീപ്ലേസ്ഡ്. അതും തെറ്റാണ്, ഇടയ്ക്ക് അത് മാറ്റണം. സോ ആൻസർ ഇതാണ്, 2 ആണ് ആൻസർ. 30ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 2 ആണ്. Okay, in the embryos of a typical dicot and a grass, true. Okay, 31. നമ്മൾ എവല്യൂഷനിലാണ് അത് പറയുന്നത്. പക്ഷേ നമുക്കതിനകത്ത് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പ്ലാന്റ്സിലെ പാർട്സാണ്. അപ്പോൾ ഡൈക്കോട്ടിലെ കോട്ട്ലിഡൺ ആണ്, എംബ്രിയോയിലെ കോട്ട്ലിഡൺ ആണ് ഗ്രാസ്, മോണോകോട്ട് ഗ്രാസ് ഫാമിലിയിലെ സ്ക്യൂട്ടലം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേ ഒറിജിനാണ്. അതായത് എംബ്രിയോയിലെ കോട്ട്ലിഡണുകളാണ്. അപ്പോൾ ഫങ്ഷന് വ്യത്യാസമുണ്ട്. ഡൈക്കോട്ട് എംബ്രിയോയിലൊക്കെ കോട്ട്ലിഡൻസിൽ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കും, പക്ഷേ സ്ക്യൂട്ടലത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഹോമോലോഗസ്. സോ തേർഡ് ഓപ്ഷനാണ് കേട്ടോ. Occasionally, a single gene may express more than one effect. This phenomenon is called. ഒരു സിംഗിൾ ജീൻ ഒത്തിൽ കൂടുതൽ എഫക്റ്റ് കാണിച്ചാൽ അത് പ്ലിയോട്രോപ്പി എന്നറിയപ്പെടും. 3 ആണ് ആൻസർ. ഇത് നിങ്ങളുടെ NCERT-യിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞ അസുഖം. ഈ അസുഖത്തിൻ്റെ ജീൻ ഒരു ഓട്ടോസോമൽ റെസസീവ് ജീനാണ്. അത് കുറേ സിംറ്റംസ് കാണിക്കും. മെൻ്റൽ റിട്ടാർഡൻസ് കാണിക്കും, ആർത്രൈറ്റിസ് കാണിക്കും, കീറ്റോനൂറിയ കാണിക്കും. അപ്പോൾ ആ ജീൻ കാരണം കുറേ എഫക്റ്റ് വരും. അതിൻ്റെ പേരാണ് പ്ലിയോട്രോപ്പി. ആൻറ്റിവെനം എഗനിസ്റ്റ് സ്നേക്ക് പോയിസൺ കണ്ടെയ്ൻസ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്, ആൻറ്റിബോഡി എൻസൈം. ഈ ആൻറ്റിവെനം എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പിൻ്റെ വിഷം ഏതെങ്കിലും ഒരു ജീവിയിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ആൻറ്റിബോഡി ഉണ്ടാക്കിക്കും. ആ ആൻറ്റിബോഡി കുപ്പിയിലെടുത്ത് വയ്ക്കും. ആരെങ്കിലും പാമ്പ് കടിക്കുമ്പോൾ ഈ ആൻറ്റിബോഡി ഇഞ്ചക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് റെഡിമെയ്ഡ്, ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ആൻറ്റിബോഡീസ്. ഓൾറെഡി ഉണ്ടാക്കിയ ആൻറ്റിബോഡിയാണ്. ഇതിന് വിളിക്കുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിളാണ് ആൻറ്റിവെനം ഇൻ സ്നേക്ക് എന്ന് പറയുന്നത്. 33ാമത്തെ ചോദ്യം ആൻസർ ആൻറ്റിബോഡീസാണ്. 34. ദ റിസർവോയർ ഫോർ ദി ഗ്യാഷ്യസ് ടൈപ്പ് ഓഫ് ബയോകെമിക്കൽ സൈക്കിൾ എക്സിസ്റ്റ്. നമ്മുടെ നൈട്രജൻ സൈക്കിള്, കാർബൺ സൈക്കിള്, നൈട്രജൻ സൈക്കിള്, കാർബൺ സൈക്കിള്, അതുപോലുള്ള ഗ്യാഷ്യസ് സൈക്കിളിൻ്റെ റിസർവോയർ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, അയണോസ്ഫിയർ, ലിത്തോസ്ഫിയർ.
ഗ്യാഷ്യസ് സൈക്കിളിൻ്റെ റിസർവോയർ എന്ന് പറഞ്ഞാൽ അത് മെജോറിറ്റി കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. 2 ആണ് ആൻസർ, 2. അടുത്ത 35ാമത്തെ ചോദ്യമാണ്. സ്പെർമിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ദി റിലീസ് ഓഫ് സ്പേംസ് ഫ്രം. മക്കൾ 3 ടേം കേൾക്കുക. സ്പേം ഉണ്ടാകുന്നതിൻ്റെ പേര് സ്പെർമാറ്റോസ് ജനസിസ്. സ്പെർമറ്റോജനസിസ്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ എജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുക. അത് നടക്കുന്നത് സെമിനിഫറസ് ട്യൂബിളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. സോ ആൻസർ ഷുഡ് ബി 1 ആണ്. 1 ഈസ് ദ റൈറ്റ് ആൻസർ. 1 ആണ് റൈറ്റ് ആൻസർ. 35 1 ആണ്. Okay, what is common to the techniques in vitro fertilization, cryopreservation, tissue culture? ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഓൾ ആർ ഇൻസിറ്റു കൺസർവേഷൻ അല്ലല്ലോ, എല്ലാം എക്സിറ്റു കൺസർവേഷൻ ആണ് അല്ലേ. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഓർഗാനിസം എവിടെയാണോ ഒറിജിൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബർത്ത് പ്ലേസ് എവിടെയാണോ അവിടെ വെച്ച് തന്നെ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് ഇൻസിറ്റു ആണ്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ മാറ്റി കൺസർവ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റു. ഓൾ റിക്വയർ അൾട്രാ മോഡേൺ എക്യുപ്മെൻറ്റ് ആൻഡ് ലോട്ട് സ്പേസ്. സോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓൾ ആർ മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓർഗാൻസ്, അതുമില്ല. സോ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 37. സൈലൻസിങ് ഓഫ് എ ജീൻ കുഡ് ബി അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ്. അപ്പം നമുക്കൊരു ജീനെ സൈലൻസിങ്ങിന് വിധേയമാക്കാം. ഒരു ജീനിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെ? RNA ഓൺലി, ആൻറ്റിസെൻസ് RNA ഓൺലി, ബോത്ത് RNA and ആൻറ്റിസെൻസ് RNA. അപ്പം സൈലൻസിങ് ഓഫ് ജീൻ എന്ന് പറയുമ്പോൾ RNA ഇൻ്റർഫറൻസിലൂടെയാണ് നമ്മളൊരു ജീൻ സൈലൻസ് ചെയ്യുന്നത്. അപ്പോൾ RNA ഇൻ്റർഫറൻസ് മെക്കാനിസത്തിൽ സെൻസ് സ്ട്രാൻഡും ആൻറ്റിസെൻസ് സ്ട്രാൻഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻറ്റിസെൻസ് RNA മാത്രം വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് കേട്ടോ. അപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ബോത്ത് സെൻസ് എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ബോത്ത് സെൻസ് RNA ആൻഡ് ആൻറ്റിസെൻസ് RNA അല്ലേ, ക്വസ്റ്റ്യനിൽ അങ്ങനെ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെൻസ് RNA ഓൺലി എന്നാണ് തന്നിരുന്നത്. സെൻസ് RNA ഓൺലി ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ സെൻസ് RNA ഓൺലി, ആൻറ്റിസെൻസ് RNA ഓൺലി, ബോത്ത് സെൻസ് RNA ആൻഡ് ആൻറ്റിസെൻസ് RNA. ഇത് രണ്ട് വേണം. കാരണം എന്നാലും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് ഇത് മാറി ടാർജറ്റ് RNA പോയി, ആ ടാർജറ്റ് RNAയിൽ പോയി ബൈൻഡ് ചെയ്ത് ആ RNAയുടെ സൈലൻസിങ്ങിന്, അതായത് ട്രാൻസ്ലേഷനെ തടയത്തുള്ളൂ. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, ശരി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. ഓക്കെ, എ പോപ്പുലേഷൻ ഹാസ് മോർ യങ് ഇൻഡിവിജ്വൽസ് കമ്പയർഡ് ടു ദ ഓൾഡർ ഇൻഡിവിജ്വൽസ്. വാട്ട് വുഡ് ബി ദ സ്റ്റാറ്റസ് ഓഫ് ദ പോപ്പുലേഷൻ ആഫ്റ്റർ സം ഇയേഴ്സ്? അപ്പോൾ ഒരു പോപ്പുലേഷനിൽ കൂടുതൽ യങ് ഇൻഡിവിജ്വൽസ് ആണ് ഓൾഡർ ഇൻഡിവിജ്വൽസിനെക്കാളും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ പോപ്പുലേഷൻ സംഭവിക്കുന്നതെന്നാണ്. ഇറ്റ് വിൽ ഡിക്ലൈൻ അല്ല, ഇറ്റ് വിൽ സ്റ്റെബിലൈസ് അല്ല, ഇറ്റ് വിൽ ഇൻക്രീസ് അല്ല, ഇറ്റ് വിൽ ഫസ്റ്റ് ഡിക്ലൈൻ. കാര്യം എന്താ വെച്ചാൽ ഓൾഡർ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് അവരുടെ മരണം അവർ മരിക്കുമല്ലോ. അപ്പോൾ പോപ്പുലേഷൻ ആദ്യം ഒന്ന് കുറയുമെങ്കിലും ഈ യങ് ഇൻഡിവിജ്വൽസ് പിന്നെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലേക്ക് വരുന്നതുകൊണ്ട് റീപ്രൊഡക്ഷൻ വഴി ഇൻഡിവിജ്വൽസ് കൂടും. അത് പിന്നെ എന്താ ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കും. സോ ഫോർത്ത് ഓപ്ഷനാണ് ആൻസർ. In 1953, Stanley Miller created primitive earth conditions in the laboratory and gave experimental evidence for origin of first form of life from pre-existing non-living organic molecule. The primitive earth conditions created include, ഇതിൻ്റെ പേരാണ് സ്പാർക്ക് ചേംബർ എക്സ്പെരിമെൻ്റ് എന്ന് പറയും. സ്പാർക്ക് ചേംബർ എക്സ്പെരിമെൻറ്റ് സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് സി യൂറയും കൂടെ ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ്. മില്ലറുടെ പേര് മാത്രമേ NCERT പറയുന്നുള്ളൂ. അവരൊരു ഒരു അപ്പാരറ്റസ് ക്രിയേറ്റ് ചെയ്തു. അന്നത്തെ എർത്തിൻ്റെ കണ്ടീഷൻസ് അതിൽ ഉണ്ടാക്കിയെടുത്തു. എന്തൊക്കെയായിരുന്നു? ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് മീഥേൻ, അമോണിയ എക്സെട്ര. സോ ആൻസർ ഷുഡ് ബി 4 ആയിരിക്കും. 4 ഈസ് എ റൈറ്റ് ആൻസർ. അടുത്തത്, ഇഫ് മിസൽസൺ ആൻഡ് സ്റ്റോൾസ് എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടിന്യൂഡ് ഫോർ 4 generations in bacteria, the ratio of N15 and 15, N15 and 14, N14 and 14 containing DNA in 4th generation would be.
ഇതാണ് ചോദ്യം, 40ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഒന്ന് ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഹെവി DNA N15 N15 ലൈറ്റ് മീഡിയത്തിലിട്ടു, N14 ഇട്ടു, ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്നത് N15 N14 DNA ആയിരിക്കും. 2 എണ്ണം കിട്ടും. അതിനെ സെക്കൻഡ് ടൈം റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 DNA കിട്ടും. N15 N14, അടുത്തത് N14 N14, അടുത്തത് ചെയ്ത് നോക്കണം. N14 N14, അടുത്തത് N15 N14. മക്കൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റും ലാസ്റ്റും മിക്സഡ് ആയിരിക്കും. ഇത് സെക്കൻഡ്. തേർഡ് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ 1 2 3 4 8 എണ്ണം ഉണ്ടാവും. ആ 8 എണ്ണത്തിൽ 2 എണ്ണം N15 N14 ആയിരിക്കും. 6 എണ്ണം N14 N14 ആയിരിക്കും. ഈ കണക്ക് ഓർത്ത് വയ്ക്കണേ. അടുത്തത് നോക്കിയോ, അടുത്ത റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ 4ാമത്തെ നടക്കുമ്പോൾ 8 16 ആകും. ആ 16ൽ 2 എണ്ണം, എപ്പോഴും 2 എണ്ണം ആയിരിക്കും N15 N14 വരിക. ബാക്കി 14 എണ്ണം N14 N14 ആയിരിക്കും. എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ 2 മിക്സഡ് കിട്ടും. സെക്കൻഡ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ അവസാനത്തെ 2 എണ്ണം മിക്സഡും ബാക്കി 2 എണ്ണം N14 N14 ആയിരിക്കും. തേർഡ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും 2 എണ്ണം മിക്സഡും ബാക്കി കംപ്ലീറ്റ് N14 ആയിരിക്കും. ഫോർത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും 2 എണ്ണം മിക്സഡും ബാക്കി കംപ്ലീറ്റ് N14 ആയിരിക്കും. ഫിഫ്ത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ 32ൽ 2 മാത്രം മിക്സഡും ബാക്കി കംപ്ലീറ്റ് N14 ആയിരിക്കും. ഇവിടെ ഫോർത്താണ് ചോദിച്ചത്. ഫോർത്തിൽ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? N15 N15 അതില്ല, അത് 0 ആണ്, ഈസ് 2. N15 N14 N14 നമ്മുടെ റേഷ്യോ 2:14 അല്ലേ, 1:7 അല്ലേ. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Okay. Choose the correct statement from the following. Dioecious organisms are seen only in animals. Dioecious എന്ന് പറയുമ്പോൾ ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ ഹെർമാഫ്രോഡ. ഡയേഷ്യസ് എന്ന് പറയുമ്പോൾ യൂണിസെക്ഷൽ ആണ് കേട്ടോ. ഡയേഷ്യസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ യൂണിസെക്ഷൽ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷനെ അവിടെ തെറ്റാണ്. Dioecious organisms are seen only in plants, തെറ്റ്. Dioecious organisms are seen in both plants and animals. Dioecious എന്ന് പറയുന്ന ഹെർമാഫ്രോഡൈറ്റ് അല്ല കേട്ടോ, യൂണിസെക്ഷൽ ആണ്. അപ്പോൾ തേർഡാണ്. പ്ലാന്റ്സിലും യൂണിസെക്ഷൽ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസും കൂടുതലും യൂണിസെക്ഷൽ ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. Question number 42. Algal blooms impart a distinct color to water due to their pigments. അതാണ് ബ്ലൂ ഗ്രീൻ ആൽഗയാണ് കൂടുതലായിട്ട് ആൽഗൽ ബ്ലൂം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളർ വരുന്നത്. എക്സ്ക്രീഷൻ ഓഫ് കളേർഡ് സബ്സ്റ്റൻസസ് അല്ല. ഫോർമേഷൻ ഓഫ് കളേർഡ് കെമിക്കൽസ് ഇൻ വാട്ടർ ഫെസിലിറ്റേറ്റഡ് ബൈ ഫിസിയോളജിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് ആൽഗെ അല്ല. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ ആൽഗൽ സെൽ വാൾ അല്ല. സോ ദേ ആർ പിഗ്മെന്റ്സ് അല്ലേ. ക്ലോറോഫിലയും ഫൈക്കോസയാനിനും ഒക്കെയാണ് ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ഉള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 43. നോക്കിയേ, മോർ ദാൻ 70% ഓഫ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഈസ് ഇൻ. ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ആനിമൽസിനെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും ഇന്ത്യയിലും ചൈനയിലുമാണ് കേട്ടോ. 70% ഇത് 2 കൺട്രീസും കൂടെ ചേർത്തിട്ടാണ്. സോ ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. ബിഗ് ഹോൾസ് ഇൻ സ്വിസ് ചീസ് ആർ മെയ്ഡ് ബൈ എ. സ്വിസ് ചീസിലെ വലിയ വലിയ ദ്വാരങ്ങളില്ലേ, അതെന്തുകൊണ്ടാണ്? മെഷീൻ ഉപയോഗിച്ചിട്ടാണോ? അല്ല. എ ബാക്ടീരിയം ദാറ്റ് പ്രൊഡ്യൂസസ് മീഥെയിൻ ഗ്യാസ്. മീഥെയിൻ ഗ്യാസ് അല്ല. എ ബാക്ടീരിയം പ്രൊഡ്യൂസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ശരി. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനിയാണ് സ്വിസ് ചീസ് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഈസ് ആൻസർ. ഫംഗസ് അല്ല. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. അടുത്തത് കറക്റ്റ് സർജിക്കൽ പ്രൊസീജിയർ ആസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഈസ് ഓവറെക്ടമി, ഓവറി എടുത്ത് കളയുക, ഹിസ്റ്ററെക്ടമി, യൂട്രസ് എടുത്ത് കളയുക, വാസെക്ടമി, വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുക, കാസ്ട്രേഷൻ, അതായത് ടെസ്റ്റിസ് എടുത്ത് കളയുക.
ഇവിടെ ആൻസർ വാസക്ടമി ആയിരിക്കും അല്ലേ. അടുത്തത് 46. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ അതിൽ നിന്നാണ് ഹിൻ D2 ഉണ്ടാക്കുന്നത്. എസ്കറേഷ്യ കോളി ഈക്കോ R1 ഉണ്ടാക്കും. എൻടമീബ കോളൈ അതൊരു പ്രോട്ടോസോവന, അതിൽ നിന്ന് ഉണ്ടാക്കില്ല. ബാസിലസ് അമൈലോ ലിക്വിഫേഷൻസ് ബാം H1 ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ടാക്കാം, ഇതിൽ നിന്നുണ്ടാക്കാം, ഇതിൽ നിന്നുണ്ടാക്കാം, ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റില്ല. സോ ആൻസർ ഈസ് 3. Question number 47. Mendel's law of independent assortment holds good for genes situated on the. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് മെൻ്റലിൻ്റെ ക്യാരക്ടറുകൾ നോക്കുമ്പോൾ വേറെ വേറെ ക്രോമസോമുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ജീനുകൾ, 2 ജീനുകൾ ഒരേ ക്രോമസോമിൽ ഇരിക്കാതെ വേറെ വേറെ ക്രോമസോമുകളിലാണ് അദ്ദേഹം എടുത്ത ക്യാരക്ടേഴ്സ്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കാൻ സാധിച്ചത്. ഒരേ ക്രോമസോമിലായിരുന്നുവെങ്കിൽ അത് ലിങ്കേജിന് ഇടവരുത്തുമായിരുന്നു. അപ്പോൾ നോൺ ഹോമോലോഗസ് ക്രോമസോം ദർ ഇസ് ആൻസർ കേട്ടോ. ഹോമോലോഗസ് ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ ലിങ്കേജിൻ്റെ പ്രശ്നം വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് തടയപ്പെടുമായിരുന്നു. അപ്പോൾ നോൺ ഹോമോലോഗസ് ക്രോമസോം ആണ് ആൻസർ. Then next 48, question number 48. A particular species of plant produces light non-sticky pollen in large numbers and its stigmas are long and feathery. These modifications facilitate pollination by അപ്പം നീണ്ട പോളൻ, നോൺ സ്റ്റിക്കി പോളൻ, അതുപോലെ നീണ്ട സ്റ്റേമനും സ്റ്റിഗ്മയും ഫെദറി സ്റ്റിഗ്മയും ഒക്കെ വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചറാണ് അല്ലേ. 3rd ഓപ്ഷൻ. 49. From the sexually transmitted diseases mentioned below, identify the one which does not specifically affect sex organ. സെക്സ് ഓർഗനെ അഫക്റ്റ് ചെയ്യാത്ത ഡിസീസ് ഏതാണ്? സിഫിലിസ്, എയ്ഡ്സ്, ഗൊണോറിയ, ജെനിറ്റൽ വാട്സ്. അതിൽ സെക്സ് ഓർഗനെ ബാധിക്കില്ല, പക്ഷെ ബോഡിയെ ബാധിച്ച് മരണം സംഭവിക്കുന്ന അസുഖം എയ്ഡ്സ് ആണ്. ബാക്കിയുള്ള ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യും. അടുത്ത മൈക്കോറൈസ ഡസ് നോട്ട് ഹെൽപ്പ് ദ ഹോസ്റ്റ് പ്ലാന്റിൻ. മൈക്കോറൈസ എന്തിനാണ് സഹായിക്കാത്തത് എന്നാണ് ചോദ്യം. മൈക്കോറൈസ എൻഹാൻസിങ് ഇറ്റ്സ് ഫോസ്ഫറസ് അപ്ടേക്ക് കപ്പാസിറ്റി, അത് ഗിവൺ NCERT കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസിങ് ഇറ്റ്സ് ടോളറൻസ് ടു ഡ്രോട്ട്, എൻഹാൻസിങ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു റൂട്ട് പാത്തോജൻസ്, ഇൻക്രീസിങ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഇൻസെക്റ്റ്. ഈ മൈക്കോറൈസ എന്ന് പറയുന്നത് പ്ലാന്റും ഫംഗസുമുള്ള അസോസിയേഷനാണ്. അത് മണ്ണിനടിയിലാണ്. അപ്പോൾ ഇത് വരില്ല, 4 വരില്ല, ബാക്കിയെല്ലാം വരും. സോ ആൻസർ ഷുഡ് ബി ഇൻക്രീസിങ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഇൻസെക്റ്റ്. അത് വരില്ല, ബാക്കിയെല്ലാം വരും. അപ്പോൾ നമ്മുടെ ഒരു ഫാസ്റ്റായിട്ടൊരു അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ തന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ ചോദ്യങ്ങളും കറക്റ്റാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.